ഹായ് കൂട്ടരെ, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? നമുക്കിന്നൊരു അയിലക്കറി ഉണ്ടാക്കിയാലോ? അതും നല്ല മാങ്ങയൊക്കെ ഇട്ട് നല്ല എരിവൊക്കെയുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു അയിലക്കറി. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ ഈ മീൻ കറി എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയിലയാണ്, പിന്നെ മാങ്ങയുണ്ട്, മുളക് പൊടിയുണ്ട്, ചുവന്നുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കടുകുണ്ട്, ഉലുവയുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടി നേരെ അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതായത് ഒരു സവാളയുടെ പകുതി മതിയാവും, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നീട് ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിരിക്കുകയാണ്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ എണ്ണയിൽ കിടന്നങ്ങോട്ട് വഴന്നങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ ആ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിനെ നല്ലതുപോലെ ആ എണ്ണയിലൊന്ന് ശരിക്കും ഒന്ന് മുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഇതിനെ ഒന്ന് എത്തിച്ചു കൊടുക്കാം. അങ്ങനെ അതെല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെയും നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടൊക്കെ ചെയ്താൽ മതി, കാരണം മുളക് പൊടിയാണ്, കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുളമാവും. അപ്പോൾ ആ മുളക് പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം മാങ്ങ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. മൂവാണ്ടൻ മാങ്ങയായതുകൊണ്ട് നമ്മൾ തൊലിയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല, അതേപോലെയാണ് ചേർത്ത് ഇരിക്കുന്നത്. അപ്പോൾ കഴിക്കാനായിട്ടും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങയ്ക്ക് ഇനിയിപ്പോൾ ഇത്തിരി പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കഷ്ണം കുടംപുളിയോ അല്ലെങ്കിൽ നമ്മുടെ വാളംപുളിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെന്തായാലും മൂവാണ്ടൻ മാങ്ങയാണ്, ഒരിത്തിരി ചെനപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അല്പം പുളിയും കൂടി 2 കഷ്ണം പുളിയും കൂടി ഇട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചാറൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് നല്ലതുപോലെയൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ട് കൊണ്ടിട്ടുണ്ട്. ഇനി മീനിൻ്റെ വാലിൽ പിടിച്ച് ഒരേന്നായിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ വരഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടോ, അതിലെന്ത് ചെറിയ ഇലയായതുകൊണ്ട് നമ്മളിതിനെ എടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിരിക്കുന്നതാണ്. വരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ മീനിലേക്ക് പുളിയൊക്കെ നല്ലപോലെ കയറി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ മീനിങ്ങനെ ചാറിലേക്ക് ഇതേപോലെ അങ്ങോട്ട് മുക്കി അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. കണ്ടല്ലോ, നമ്മളുടെ മീൻ തിളച്ച് നല്ലപോലെ വന്നിട്ടുണ്ട്. അടച്ച് വെച്ച് വറ്റിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഒരു കളർ അല്ലേ! നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് മീനൊക്കെ നല്ലതുപോലെ മുളകും പുളിയൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ മീൻ ചാറും കുറച്ച് മീനും ഒരു കഷ്ണം മാങ്ങയും ഒക്കെ അങ്ങോട്ട് ഇട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും മീൻ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. സ്നേഹത്തോടെ, അല്ലു.